എന്തുകൊണ്ടാണ് ചിലർ എപ്പോഴും ഒരു പാർട്ടിയിലെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്, മറ്റു ചിലർ ഒരു പുസ്തകവുമായി ഒരു കോണിൽ ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് എപ്പോഴും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ മറ്റൊരാൾക്ക് പരിചിതമായ വഴികൾ വിട്ടുപോകാൻ മടിയാകുന്നത്? നമ്മളെ ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്ന ഈ വ്യക്തിത്വത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്? ഇത് മനുഷ്യൻ സ്വയം ചോദിക്കാൻ തുടങ്ങിയ കാലം മുതലുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ വ്യക്തിത്വം എങ്ങനെ രൂപപ്പെടുന്നു, അതിനെ അളക്കാൻ കഴിയുമോ? അതെ. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ആധുനിക മനഃശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങൾക്ക് ജന്മം നൽകിയത്. ഇന്ന് നമ്മൾ മനുഷ്യന്റെ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മനസ്സിലാക്കാൻ ശ്രമിച്ച രണ്ട് പ്രധാനപ്പെട്ട ബ്ലൂ പ്രിന്റുകളാണ് പരിശോധിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകൾ വെച്ചു നോക്കുമ്പോൾ, ഒന്ന് വ്യക്തിത്വത്തിന്റെ ഒരു വിശദമായ മാപ്പ് പോലെയും മറ്റൊന്ന് അതിന്റെ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് പോലെയുമാണ്. അതെ, കൃത്യമായി. നമ്മൾ ആദ്യം ബിഗ് 5 എന്നറിയപ്പെടുന്ന പഞ്ചഘടക മാതൃകയും പിന്നീട് ഹാൻസ് ഐസൻകിന്റെ സിദ്ധാന്തവും ആഴത്തിൽ പരിശോധിക്കും. അതെ, ഈ ചർച്ച കഴിയുമ്പോഴേക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളായിരിക്കുന്നതെന്നും നിങ്ങളുടെ ചുറ്റുമുള്ളവർ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നുവെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില ശക്തമായ ടൂളുകൾ നിങ്ങൾക്ക് ലഭിക്കും. വളരെ നന്നായി. അപ്പോൾ നമുക്ക് ആ വിശദമായ മാപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിഗ് 5 അല്ലെങ്കിൽ പഞ്ചഘടക മാതൃക വർഷങ്ങളുടെ ഗവേഷണത്തിന് ശേഷം ഒട്ടുമിക്ക മനഃശാസ്ത്രജ്ഞരും അംഗീകരിക്കുന്ന ഒന്നാണിത്, അല്ലേ? തീർച്ചയായും. ഒരുപാട് സങ്കീർണമായ സിദ്ധാന്തങ്ങൾക്ക് ശേഷം വ്യക്തിത്വത്തിന്റെ കാതലായ വശങ്ങളെ വെറും 5 പ്രധാന ഘടകങ്ങൾ ഉപയോഗിച്ച് വിവരിക്കാമെന്ന ഒരു നിഗമനത്തിൽ ഗവേഷകരെത്തി. വെറും 5 എണ്ണം? അതെ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഭൂരിഭാഗം സവിശേഷതകളെയും ഇതിൽ ഒതുക്കാൻ സാധിക്കും. അതുകൊണ്ടാണിതിനെ ബിഗ് 5 എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോ ആദ്യത്തെ ഘടകം ന്യൂറോട്ടിസിസം. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു നെഗറ്റീവ് ഫീലുണ്ടല്ലോ. ഇത് വൈകാരികമായ ബലഹീനതയെക്കുറിച്ചാണോ പറയുന്നത്? അതൊരു നല്ല പോയിന്റാണ്. പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇതിനെ ബലഹീനത എന്നതിലുപരി ഒരു വ്യക്തി വൈകാരികമായ സമ്മർദ്ദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ അളവുകോലായി കാണുന്നതാണ് ശരി. ഓക്കെ. ന്യൂറോട്ടിസിസം കൂടിയ ആളുകൾക്ക് ഉത്കണ്ഠ, വിഷാദം, പെട്ടെന്നുള്ള ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ കൂടുതൽ തീവ്രമായി അനുഭവപ്പെടാം. അവർ ചെറിയ കാര്യങ്ങളിൽ പോലും കൂടുതൽ ആശങ്കാകുലരാകാം. അപ്പോ ഇതിൽ കുറഞ്ഞ സ്കോറുള്ളവരോ? അവർക്ക് വികാരങ്ങളേ ഇല്ലെന്നാണോ? ഹേയ്, അങ്ങനെയല്ല. അവർ കൂടുതൽ വൈകാരിക സ്ഥിരതയുള്ളവരായിരിക്കും. സ്റ്റെബിലിറ്റി. അതെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശാന്തരായിരിക്കാനും സമ്മർദ്ദങ്ങളെ എളുപ്പത്തിൽ അതിജീവിക്കാനും അവർക്ക് കഴിയും. അതുകൊണ്ട് ഇത് നല്ലത് ചീത്താത് എന്നതിലുപരി ഒരു സ്പെക്ട്രം പോലെയാണ്. മനസ്സിലായി. അടുത്തത് എക്സ്ട്രോവേർഷൻ. ഈ വാക്ക് നമുക്കെല്ലാം പരിചിതമാണ്. പക്ഷേ പൊതുവെയുള്ള ധാരണ എക്സ്ട്രോവേർട്ടുകൾ സന്തോഷവാന്മാരും ഇൻട്രോവേർട്ടുകൾ ദുഃഖിതരുമാണ് എന്നാണല്ലോ. ഈ സിദ്ധാന്തം ആ ധാരണയെ ശരിവെക്കുന്നുണ്ടോ അതോ അതിനപ്പുറം എന്തെങ്കിലും പറയുന്നുണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യം. ആ ധാരണ പൂർണ്ണമായും ശരിയല്ല. എക്സ്ട്രോവേർഷൻ എന്നത് ഒരാൾക്ക് പുറത്തുനിന്നുള്ള ഉത്തേജനവും സാമൂഹിക ഇടപെടലുകളും എത്രത്തോളം ആവശ്യമുണ്ട് എന്നതിനെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. ഊർജം എവിടെ നിന്ന് കിട്ടുന്നു എന്നതിനെപ്പറ്റി. അതെ, എക്സാക്ട്ലി. എക്സ്ട്രോവേർട്ടുകൾക്ക് ആളുകളുമായി സംസാരിക്കുന്നതിലും പാർട്ടികളിൽ പങ്കെടുക്കുന്നതിലും നിന്നാണ് ഊർജം ലഭിക്കുന്നത്. അവർ സംസാരപ്രിയരും ശുഭാപ്തി വിശ്വാസമുള്ളവരുമായിരിക്കും. ഇൻട്രോവേർട്ടുകൾക്ക് നേരെ തിരിച്ചും? അതെ. ഇൻട്രോവേർട്ടുകൾക്ക് ഊർജം ലഭിക്കുന്നത് തനിച്ചിരിക്കുമ്പോഴോ ഒന്നോ രണ്ടോ അടുത്ത സുഹൃത്തുക്കളുമായി സമയം ചിലവഴിക്കുമ്പോഴോ ആണ്. വലിയ ആൾക്കൂട്ടം അവരുടെ ഊർജം ചോർത്തിക്കളയും. അതുകൊണ്ട് അവർ ദുഃഖിതരാണെന്നർത്ഥമില്ല. ഒട്ടുമില്ല. അവരുടെ സന്തോഷം കണ്ടെത്തുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണെന്ന് മാത്രം. ഇനി മൂന്നാമത്തേത് ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്. പുതിയ അനുഭവങ്ങളോടുള്ള തുറന്ന മനസ്സ്. ഇത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒന്നാണോ? നേരിട്ട് ബുദ്ധിയുമായിട്ടല്ല, പക്ഷേ ജിജ്ഞാസയുമായി ബന്ധമുണ്ട്. ഓപ്പൺനെസ് കൂടിയ ആളുകൾ സർഗാത്മകരും ഭാവനാസമ്പന്നരും. പുതിയ ആശയങ്ങളോട് താൽപ്പര്യമുള്ളവരും? അതെ. പുതിയ ആശയങ്ങളോടും കലകളോടും സാഹസികതയോടും താൽപ്പര്യമുള്ളവരുമായിരിക്കും. അവർ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ സ്വാഗതം ചെയ്യും. ഉദാഹരണത്തിന്, ഒരു പുതിയ രാജ്യത്തെ ഭക്ഷണം പരീക്ഷിക്കാനോ ഒരു അമൂർത്തമായ പെയിന്റിംഗ് ആസ്വദിക്കാനോ അവർക്ക് മടിയുണ്ടാകില്ല. ഇതിൽ കുറഞ്ഞ സ്കോർ ഉള്ളവർ യാഥാസ്ഥിതികരായിരിക്കുമെന്നാണോ? യാഥാസ്ഥിതികരെന്നതിനേക്കാൾ അവർ പാരമ്പര്യത്തെയും പരിചിതമായ കാര്യങ്ങളെയും കൂടുതൽ വിലമതിക്കുന്നവരായിരിക്കുമെന്ന് പറയാം. അവർക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. അതെ, അവർക്കൊരു സ്ഥിരതയും ചിട്ടയുമൊക്കെ ഉണ്ടാകും.
മാറ്റങ്ങളെ അവർ സംശയത്തോടെയാകും നോക്കിക്കാണുക. നാലാമത്തേത് എഗ്രിയബിൾനെസ്, മറ്റുള്ളവരുമായി യോജിച്ചു പോകാനുള്ള കഴിവ്. പക്ഷേ എപ്പോഴും എഗ്രിയബിൾ ആയിരിക്കുന്നത് ഒരു നല്ല കാര്യമാണോ? ചിലപ്പോൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാനും ആവശ്യമെങ്കിൽ ഒരു സംഘർഷത്തിന് തയ്യാറാകാനും കഴിവുള്ളവരല്ലേ നേതൃത്വഗുണങ്ങൾ കാണിക്കുന്നത്? ഉയർന്ന എഗ്രിയബിൾനെസ് ഒരു ബലഹീനതയായി മാറാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ വീണ്ടും കാര്യത്തിന്റെ കാതലിൽ തൊട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്. എഗ്രിയബിൾനെസ് കൂടിയവർ ദയയും സഹാനുഭൂതിയും സഹകരണ മനോഭാവവും ഉള്ളവരാണ്. ടീം പ്ലെയേഴ്സ്. അതെ, നല്ല ടീം പ്ലെയേഴ്സ്. അവർ മറ്റുള്ളവരെ വിശ്വസിക്കുകയും സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യും. ഇത് ടീം വർക്കിനും സൗഹൃദങ്ങൾക്കും വളരെ നല്ലതാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ചില സാഹചര്യങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ സ്വന്തം താൽപ്പര്യങ്ങൾ പ്രകടിപ്പിക്കാനോ മറ്റുള്ളവരോട് നോ പറയാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ കുറഞ്ഞ എഗ്രിയബിൾനെസ് ഉള്ളവർ സ്വാർത്ഥരാണെന്നാണോ? സ്വാർത്ഥർ എന്നതിനേക്കാൾ മത്സരക്ഷമതയുള്ളവരും സംശയാലുക്കളും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമാണെന്ന് പറയാം. ഒരു ചർച്ചയിലോ ബിസിനസ് മീറ്റിംഗിലോ കടുപ്പമേറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർക്ക് മടിയുണ്ടാകില്ല. അപ്പോൾ രണ്ട് തലത്തിനും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. തീർച്ചയായും. അവസാനമായി അഞ്ചാമത്തെ ഘടകം കൺസൈൻഷ്യസ്നെസ്. ഇത് ഉത്തരവാദിത്തബോധത്തെക്കുറിച്ചാണല്ലേ? അതെ. ഒരു വ്യക്തി എത്രത്തോളം ചിട്ടയുള്ളവനും ലക്ഷ്യബോധമുള്ളവനും കഠിനാധ്വാനിയുമാണ് എന്നതാണ് ഇതളക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഓഫീസിലെ ഒരാളെ ഓർത്തുനോക്കൂ. അയാൾ എപ്പോഴും കൃത്യസമയത്ത് വരും, ഡെഡ്ലൈനുകൾ തെറ്റിക്കില്ല. അയാളുടെ ഡെസ്ക് എപ്പോഴും വൃത്തിയായിരിക്കും. അതെ, അത് ഉയർന്ന കൺസൈൻഷ്യസ്നെസ്സിന്റെ ലക്ഷണമാണ്. നേരെ മറിച്ച് കഴിവുണ്ടെങ്കിലും എപ്പോഴും കാര്യങ്ങൾ അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്ന അലസനായ മറ്റൊരാൾക്ക് അതിൽ കുറഞ്ഞ സ്കോറായിരിക്കും. ഈ 5 ഘടകങ്ങൾ ഉപയോഗിച്ച് ഒരാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് വെറും നിരീക്ഷണങ്ങൾ മാത്രമല്ലേ? ഇതിനെന്തെങ്കിലും ശാസ്ത്രീയമായ, ജൈവപരമായ അടിത്തറയുണ്ടോ? തീർച്ചയായും. ഇത് വെറുമൊരു വർഗീകരണ രീതിയല്ല. ഇതിനു ശക്തമായ 4 തെളിവുകളുണ്ട്. ആദ്യത്തേത് ജനിതകശാസ്ത്രത്തിൽ നിന്നാണ്. ജീനുകളോ? അതെ. ഒരേപോലെയുള്ള ഇരട്ടകളെയും അല്ലാത്തവരെയും കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് നമ്മുടെ വ്യക്തിത്വ സവിശേഷതകൾക്ക് ശക്തമായൊരു പാരമ്പര്യ ഘടകമുണ്ടെന്നാണ്. എത്രത്തോളം ശക്തമാണ് ആ ഘടകം? ഈ വിഷയത്തിലെ പഠനങ്ങൾ കാണിക്കുന്നത് വ്യക്തിത്വത്തിലെ വ്യത്യാസങ്ങളിൽ ഏകദേശം 40% പാരമ്പര്യമായി ലഭിക്കുന്നതാണെന്നാണ്. 40%? അത് നമ്മൾ വിചാരിക്കുന്നതിലും വളരെ കൂടുതലാണ്. അപ്പോൾ ഒരാൾക്ക് സ്വയം മാറാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ടെന്നാണോ ഇതിനർത്ഥം? നമ്മുടെ അടിസ്ഥാന സ്വഭാവം നമ്മുടെ ജീനുകളിൽ അത്രയധികം ഉറച്ചുപോയതാണെങ്കിൽ സെൽഫ് ഹെൽപ്പ് എന്ന ആശയത്തിന് തന്നെ എന്ത് പ്രസക്തിയാണുള്ളത്? അതൊരു വലിയ ചർച്ചാവിഷയമാണ്. നമ്മുടെ അടിസ്ഥാന പ്രവണതകൾ, അതായത് ടെൻഡൻസീസ്, ജനിതകമായി നിർണയിക്കപ്പെട്ടതാകാം. ഓക്കേ. പക്ഷേ നമ്മുടെ ശീലങ്ങളും പെരുമാറ്റങ്ങളും ചിന്താരീതികളും മാറ്റാൻ നമുക്ക് സാധിക്കും. 40% ജീനുകളിൽ നിന്നാണെങ്കിൽ ബാക്കി 60% നമ്മുടെ അനുഭവങ്ങൾ, സാഹചര്യങ്ങൾ. അതെ, നമ്മുടെ അനുഭവങ്ങൾ, പഠനം, സാഹചര്യങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാറാൻ സാധ്യമല്ല എന്നല്ല, പക്ഷേ ചിലർക്ക് ചില മാറ്റങ്ങൾ വരുത്താൻ കൂടുതൽ പ്രയത്നം വേണ്ടിവരും എന്നാണിതിനർത്ഥം. ശരിയാണ്. ഇനി രണ്ടാമത്തെ തെളിവ് പരിണാമസിദ്ധാന്തമാണെന്ന് തോന്നുന്നു. അതെ, മനുഷ്യരാശിയുടെ അതിജീവനത്തിന് ഈ സ്വഭാവവിശേഷങ്ങൾക്കെല്ലാം ഒരു പങ്കുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഒരു സംഘമായി വേട്ടയാടാനും അതിജീവിക്കാനും സഹകരണ മനോഭാവം, അതായത് എഗ്രിയബിൾനെസ്, ആവശ്യമായിരുന്നു. അപകടങ്ങളെ മുൻകൂട്ടി കാണാനും ഒരു ജാഗ്രതയ്ക്കും. നേരിയ തോതിലുള്ള ഉത്കണ്ഠ, അതായത് ന്യൂറോട്ടിസിസം, സഹായിച്ചിരിക്കാം. ഇണയെ ആകർഷിക്കാനും ഒരു സമൂഹത്തിൽ മുന്നോട്ടു വരാനും സാമൂഹികമായ കഴിവുകൾ, അതായത് എക്സ്ട്രോവേർഷൻ, പ്രയോജനപ്പെട്ടിരിക്കാം. ഇത് മനുഷ്യരിൽ മാത്രമല്ലല്ലോ, മൃഗങ്ങൾക്കും വ്യക്തിത്വമില്ലേ? എന്റെ നായ്ക്ക് തീർച്ചയായും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതാണ് മൂന്നാമത്തെ തെളിവ്. നായ, പൂച്ച, ചിമ്പാൻസി തുടങ്ങി പല മൃഗങ്ങളിലും മനുഷ്യരിലുള്ളതിന് സമാനമായ വ്യക്തിത്വ ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും? അതെ, പ്രത്യേകിച്ച് എക്സ്ട്രോവേർഷൻ, ന്യൂറോട്ടിസിസം, എഗ്രിയബിൾനെസ്. ചിമ്പാൻസികളിൽ കൺസൈൻഷ്യസ്നെസ് പോലും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ സ്വഭാവങ്ങളുടെ എല്ലാം വേരുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് കാണിക്കുന്നു. ജനിതകം, പരിണാമം, മൃഗങ്ങളിലെ സ്വഭാവം. ഇനി നാലാമത്തേത് നമ്മുടെ തലച്ചോറുമായി നേരിട്ടുള്ള ബന്ധമായിരിക്കും, അല്ലേ? കൃത്യമായി. ന്യൂറോ സയൻസ്.
നമ്മുടെ തലച്ചോറിലെ രാസവസ്തുക്കളും പ്രവർത്തന രീതികളും ഈ 5 ഘടകങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് പ്രതിഫലം, സന്തോഷം എന്നിവയുമായി ബന്ധപ്പെട്ട ഡോപ്പമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രവർത്തനം എക്സ്ട്രോവേർഷനുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം നെഗറ്റീവ് വികാരങ്ങളോട് തലച്ചോറ് പ്രതികരിക്കുന്ന രീതി ന്യൂറോട്ടിസിസവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബിഗ് 5 വ്യക്തിത്വത്തെ വിവരിക്കാൻ 5 ഘടകങ്ങൾ ഉപയോഗിക്കുന്നു. അതിന് ശക്തമായ ജൈവപരമായ അടിത്തറയുണ്ടെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഈ ജൈവപരമായ കാരണങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങിച്ചെന്ന് ഇതിലും ലളിതമായൊരു മാതൃക മുന്നോട്ട് വെച്ച ഒരാളായിരുന്നു ഹാൻസ് ഐസിങ്ക്, അല്ലേ? അദ്ദേഹത്തിന്റെ സിദ്ധാന്തം എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യാസമാകുന്നത്? അതെ, ഐസിങ് ഒരു പടി കൂടി കടന്ന് വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനപരമായ അളവുകളെ തലച്ചോറിന്റെയും നാഡീവ്യവസ്ഥയുടെയും പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം വ്യക്തിത്വത്തെ ഒരു പിരമിഡ് പോലെയാണ് കണ്ടത്. മാറുന്നു. അതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ? തീർച്ചയായും. നമുക്കൊരു ഉദാഹരണത്തിലൂടെ പോകാം. പിരമിഡിന്റെ ഏറ്റവും താഴെയാണ് പ്രത്യേക പ്രതികരണങ്ങൾ, അതായത് സ്പെസിഫിക് റെസ്പോൺസസ്. അതെ. നിങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഒരു സുഹൃത്തുമായി ഫോണിൽ തമാശ പറഞ്ഞ് ചിരിക്കുന്നു. അതൊരു ഒറ്റത്തവണത്തെ പ്രവൃത്തിയാണ്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ മിക്ക ദിവസങ്ങളിലും സുഹൃത്തുക്കളുമായി ഫോണിൽ തമാശ പറഞ്ഞ് ചിരിക്കാറുണ്ടെങ്കിൽ അതൊരു ശീലമായി മാറുന്നു. ഇതാണ് പിരമിഡിന്റെ അടുത്ത തട്ടായ ശീലമായ പ്രതികരണങ്ങൾ, ഹാബിറ്റ്സ്. അപ്പോൾ ഒരു പ്രവൃത്തി ആവർത്തിക്കുമ്പോൾ ശീലമായി. അതെ. ഇനി നിങ്ങൾക്ക് ഫോണിൽ സംസാരിക്കുന്ന ശീലം മാത്രമല്ല, ആളുകളോട് നേരിട്ട് സംസാരിക്കാനും പാർട്ടികളിൽ പോകാനും പുതിയ ആളുകളെ പരിചയപ്പെടാനുമെല്ലാം ഇഷ്ടമാണെന്ന് കരുതുക. ഈ ശീലങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ പിരമിഡിന്റെ അടുത്ത തട്ടായ സ്വഭാവ സവിശേഷത അഥവാ ട്രെയ്റ്റ് രൂപപ്പെടുന്നു. നമ്മുടെ ഉദാഹരണത്തിൽ അതിനെ സാമൂഹികത എന്ന് പറയാം. കൃത്യം. ഇനി ഏറ്റവും മുകളിൽ തരം അഥവാ ടൈപ്പ്. സാമൂഹികത എന്ന ട്രെയ്റ്റിനോടൊപ്പം നിങ്ങൾക്ക് സാഹസികത, ഉന്മേഷം, സംസാരപ്രിയം തുടങ്ങിയ മറ്റു ട്രെയ്റ്റുകൾ കൂടിയുണ്ടെങ്കിൽ ഇതെല്ലാം ചേർന്ന് നിങ്ങൾ എക്സ്ട്രോവേർട്ട് എന്ന ടൈപ്പിൽ വരുന്നു. കൊള്ളാം. അപ്പോൾ നമ്മുടെ വളരെ ചെറിയ പ്രവൃത്തികൾ പോലും അവസാനം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാകുന്നു. അതെ, ഈ ഘടനയുടെ ഭംഗി അതാണ്. ഒരു തവണ നിങ്ങളൊരു പാർട്ടിക്ക് പോയതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആകുന്നില്ല, പക്ഷേ അത്തരം ശീലങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് അതൊരു സ്വഭാവമായി മാറുന്നത്. അപ്പോൾ ഐസൻകിന്നിൽ പ്രധാനപ്പെട്ട ടൈപ്പുകൾ ഏതൊക്കെയാണ്? അദ്ദേഹം ബിഗ് 5-ലെ 5 എണ്ണത്തെയും ഉപയോഗിച്ചോ? ഇല്ല, അദ്ദേഹം അതിനെ 3 അടിസ്ഥാന അളവുകളായി ചുരുക്കി. ആദ്യത്തെ 2 എണ്ണം നമുക്ക് പരിചിതമാണ്: ഇൻട്രോവേർഷൻ, എക്സ്ട്രോവേർഷൻ. പിന്നെ ന്യൂറോട്ടിസിസം, സ്റ്റെബിലിറ്റി. ഇത് ബിഗ് 5-ലും ഉണ്ടല്ലോ. അതെ, അതേ ആശയങ്ങൾ തന്നെയാണ്. എന്നാൽ മൂന്നാമത്തേത് കുറച്ച് വ്യത്യസ്തമാണ്: സൈക്കോട്ടിസിസം. സൈക്കോട്ടിസിസമോ? അത് കേൾക്കുമ്പോൾ സൈക്കോസിസ് പോലുള്ള ഗുരുതരമായ മാനസിക രോഗമാണോന്ന് തോന്നും. അതൊരു സാധാരണ സംശയമാണ്, പക്ഷെ അതല്ല ഐസെങ്ക് ഉദ്ദേശിച്ചത്. സൈക്കോട്ടിസിസം ഒരു മാനസിക രോഗമല്ല, മറിച്ച് ഒരു വ്യക്തിത്വത്തിന്റെ അളവാണ്. ഓക്കെ, അതെന്താണ്? ഇതിൽ ഉയർന്ന സ്കോറുള്ളവർ പരുഷരും, നിയമങ്ങൾ അനുസരിക്കാത്തവരും, സഹാനുഭൂതി കുറഞ്ഞവരും, സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമായിരിക്കും. അവർക്ക് ക്രിയേറ്റിവിറ്റിയും ഉണ്ടാകാം. ഇത് ബിഗ് 5-ലെ കുറഞ്ഞ എഗ്രിബിൾനെസ്സും കുറഞ്ഞ കൺസൈൻഷ്യസ്നെസ്സും ചേർന്ന ഒരു രൂപമായി കാണാം. അപ്പോ ഐസെങ്കിന്റെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ 3 അളവുകളെയും അദ്ദേഹം ശാരീരികമായ കാരണങ്ങളുമായി ബന്ധിപ്പിച്ചു എന്നതാണ്, അല്ലേ? അതെ, അതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിന്റെ കാതൽ. ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും തലച്ചോറിലെ ഉത്തേജനത്തിന്റെ അളവുമായി, അതായത് കോർട്ടിക്കൽ അറൗസലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. അതൊന്ന് ലളിതമായി പറയാമോ? ഇൻട്രോവേർട്ടുകളുടെ തലച്ചോറിന് സ്വാഭാവികമായി ഉയർന്ന ഒരു ഉത്തേജനമുണ്ട്, ഓൾറെഡി ഹൈ അറൗസൽ. അതെ. അതുകൊണ്ട് അവർക്ക് അധികം ബഹളവും ആൾക്കൂട്ടവും പോലുള്ള പുറത്തുനിന്നുള്ള ഉത്തേജനം ആവശ്യമില്ല. അതവർക്ക് അമിതഭാരമാകും. എന്നാൽ എക്സ്ട്രോവേർട്ടുകളുടെ തലച്ചോറിന് സ്വാഭാവിക ഉത്തേജനം കുറവാണ്. അതുകൊണ്ട് അവർ അത് പുറത്തുനിന്ന് തേടുന്നു. അതെ, അവരെപ്പോഴും പുറത്തുനിന്നുള്ള ഉത്തേജനം തേടുന്നു. പാർട്ടികളും ഉറക്കെ പാട്ടുവെക്കുന്നതും സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം അവരുടെ തലച്ചോറിന് ആവശ്യമായ ഉത്തേജനം നൽകാനാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഞാനൊരു പാർട്ടിയിൽ പോകുമ്പോൾ പെട്ടെന്ന് ക്ഷീണിക്കുന്നതും എന്റെ സുഹൃത്തിന് നേരം വെളുക്കോളം സംസാരിക്കാൻ കഴിയുന്നതും ഞങ്ങളുടെ തലച്ചോറിലെ അറോസൽ ലെവലിലുള്ള വ്യത്യാസം കൊണ്ടാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുന്നു. നമ്മുടെ സാമൂഹികമായ തീരുമാനങ്ങളെല്ലാം ഇത്ര ബയോളജിക്കലാണോ?
ഐസെങ്കിന്റെ സിദ്ധാന്തപ്രകാരം അതുപോലെ ന്യൂറോട്ടിസിസം എന്നത് ഓട്ടോണോമിക് നാഡീവ്യവസ്ഥയുടെ പ്രതികരണശേഷിയുമായി അദ്ദേഹം ബന്ധിപ്പിച്ചു. നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് നിയന്ത്രിക്കുന്ന സിസ്റ്റം. അതേ സിസ്റ്റം തന്നെ. ന്യൂറോട്ടിസിസം കൂടിയ ആളുകളിൽ ഈ സിസ്റ്റം വളരെ പെട്ടെന്ന് പ്രതികരിക്കും. അതുകൊണ്ടാണ് അവർ ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്കണ്ഠാകുലരാകുന്നത്. സൈക്കോട്ടിസിസം പുരുഷ ഹോർമോണുകളുമായി, പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോണുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. അപ്പോൾ നമ്മൾ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനുള്ള 2 ശക്തമായ മാതൃകകളാണെന്ന് പരിശോധിച്ചത്. ബിഗ് 5 നമുക്ക് 5 ഘടകങ്ങളുള്ള ഒരു സമഗ്രമായ ചിത്രം നൽകുന്നു. അതേസമയം ഐസെങ്ക് 3 അടിസ്ഥാന ഘടകങ്ങളിലൂടെ ജൈവശാസ്ത്രപരമായ അടിത്തറയ്ക്ക് കൂടുതൽ ആഴത്തിലുള്ള ഒരു വിശദീകരണം നൽകുന്നു. ഈ 2 സിദ്ധാന്തങ്ങളിലും കാണുന്ന ഒരു പൊതുവായ കാര്യം, നമ്മുടെ വ്യക്തിത്വമെന്നത് കേവലം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ശീലങ്ങളുടെ ഒരു കൂട്ടമല്ല. മറിച്ച് അതിന് നമ്മുടെ ജനിതകത്തിലും പരിണാമത്തിലും തലച്ചോറിന്റെ പ്രവർത്തനത്തിലും ആഴത്തിൽ വേരുകളുണ്ട് എന്നതാണ്. നമ്മുടെ സ്വഭാവരീതികൾക്ക് പിന്നിൽ ശക്തമായ ജൈവശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ഈ ചർച്ച നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം നൽകുന്നു. ഈ രേഖകളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളെ വളരെ തീവ്രമായ കൺസൈൻഷ്യസ്നെസ് പോലുള്ള സാധാരണ വ്യക്തിത്വ സവിശേഷതകളുടെ അറ്റങ്ങളായി കാണാമെന്ന്. നമ്മുടെ വ്യക്തിത്വത്തിന് ഇത്രയധികം ജൈവപരമായ അടിത്തറയുണ്ടെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെ മാറണം? സാധാരണം, അസ്വാഭാവികം എന്നിവ തമ്മിലുള്ളത് നേരത്തെ ഒരു അതിർവരമ്പ് മാത്രമാണോ? അതോ അതൊരു സ്പെക്ട്രത്തിന്റെ 2 അറ്റങ്ങൾ മാത്രമാണോ?